പ്രമുഖ വിമാന സർവീസായ വിസ്താര ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യയിൽ ലയിക്കുന്നതോടെ എയർ ഇന്ത്യയിൽ 3194.5 കോടി രൂപ അധിക നിക്ഷേപം നടത്തുമെന്നറിയിച്ച് സിംഗപ്പൂർ എയർലൈൻസ്. 2022 നവംബർ 29-നായിരുന്നു എയർ ഇന്ത്യ വിസ്താര ലയനം പ്രഖ്യാപിച്ചത്. 2024 നവംബർ 11-ഓടെ ലയനം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് സിംഗപ്പൂർ എയർലൈൻസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതോടെ എയർ ഇന്ത്യയിൽ സിംഗപ്പൂർ എയർലൈൻസിന് 25.1% ഓഹരി പങ്കാളിത്തമുണ്ടാകും. ലയനത്തിന് ശേഷം നവംബർ 12 മുതൽ എയർ ഇന്ത്യ എന്ന ബ്രാൻഡിലാകും വിസ്താര സേവനങ്ങൾ ലഭ്യമാകുക. ടാറ്റ ഗ്രൂപ്പിന്റെയും സിംഗപ്പൂർ എയർലൈൻസിന്റെയും സംയുക്ത സംരംഭമായ വിസ്താര 2015 ജനുവരിയിലാണ് പ്രവർത്തനം തുടങ്ങിയത്. വിസ്താരയിൽ 49% ഓഹരിയും സിംഗപ്പൂർ എയർലൈൻസിനുണ്ടായിരുന്നു. ലയനം പൂർത്തിയായ ശേഷം ഈ നിക്ഷേപം നടത്തുമെന്നും സബ്സ്ക്രിപ്ഷൻ വഴി എയർ ഇന്ത്യയുടെ പുതിയ ഷെയറുകൾ വാങ്ങുമെന്നും സിംഗപ്പൂർ എയർലൈൻസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. വിസ്താര എയർ ഇന്ത്യ ലയനം അതിവേഗം വളരുന്ന ഇന്ത്യൻ വ്യോമയാന വിപണിയിലെ ഒരു സുപ്രധാന ഏകീകരണമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലയനം ഇന്ത്യൻ വ്യോമയാന രംഗത്തെ സിംഗപ്പൂർ എയർലൈൻസിന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും എയർലൈൻസിന്റെ മൾട്ടി ഹബ് സ്ട്രാറ്റജി ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നും വിലയിരുത്തുന്നു. കൂടാതെ ലയനത്തിന്റെ ഭാഗമായി എയർ ഇന്ത്യയും സിംഗപ്പൂർ എയർലൈൻസും അടുത്തിടെ തങ്ങളുടെ കോഡ് ഷെയർ കരാർ വിപുലീകരിക്കാനും ധാരണയിലായിട്ടുണ്ട്. കരാർ പ്രകാരം 11 ഇന്ത്യൻ നഗരങ്ങളും 40 അന്താരാഷ്ട്ര ലക്ഷ്യസ്ഥാനങ്ങളും തങ്ങളുടെ ശൃംഖലയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ സിംഗപ്പൂർ എയർലൈൻസിന്റെ വരുമാനത്തിൽ 48.5% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. സിംഗപ്പൂർ എയർലൈൻസും നിരക്ക് കുറഞ്ഞ വിമാന സർവീസായ സ്കൂട്ടും ഉൾപ്പെടുന്ന ഗ്രൂപ്പിന്റെ മൊത്തം ചെലവുകൾ 14.4% ഉയരുകയും ചെയ്തിരുന്നു. ഇത് കമ്പനിയുടെ വരുമാനത്തെ വലിയ രീതിയിൽ ബാധിച്ചു. കൂടാതെ യാത്രക്കാരുടെ എണ്ണത്തിലും കാര്യമായ ഇടിവ് സംഭവിച്ചു. അതേസമയം വിസ്താര എയർ ഇന്ത്യ ലയനത്തിന് ശേഷം നവംബർ 12 മുതൽ എയർ ഇന്ത്യ എന്ന ബ്രാൻഡിലാകും വിസ്താര സേവനങ്ങൾ ലഭ്യമാകുക. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 3-ന് വിസ്താര തങ്ങളുടെ ടിക്കറ്റ് ബുക്കിംഗ് അവസാനിപ്പിച്ചിരുന്നു. നവംബർ 11 വരെയാണ് വിസ്താര ഫ്ലൈറ്റുകളിൽ യാത്ര ചെയ്യാൻ കഴിയുക. നവംബർ 12-നോ അതിനുശേഷമോ ഉള്ള യാത്രയ്ക്കായി വിസ്താര ബുക്ക് ചെയ്തവരുടെ ടിക്കറ്റുകൾ എയർ ഇന്ത്യ വിമാനങ്ങളിലേക്ക് മാറ്റും. ഇതോടൊപ്പം 2024 നവംബർ 12-ന് ക്ലബ് വിസ്താര എയർ ഇന്ത്യയുടെ ഫ്ലൈയിംഗ് റിട്ടേൺസുമായി ലയിക്കും. ഇനി മുതൽ അത് മഹാരാജ ക്ലബ് എന്ന പേരിലായിരിക്കും അറിയപ്പെടുക. അതേസമയം എയർ ഇന്ത്യ വിസ്താര ലയനത്തിന് പിന്നാലെ ബുക്കിംഗ് സമയത്ത് ഫ്ലൈറ്റുകൾ തിരിച്ചറിയാൻ ഇനി പ്രത്യേക കോഡുകൾ യാത്രക്കാരെ സഹായിക്കും. ഫ്ലൈറ്റ് നമ്പറുകൾ എയർ ഇന്ത്യക്ക് അനുസൃതമായി മാറുമെന്നും എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വിസ്താരയുടെ ഫ്ലൈറ്റുകളെല്ലാം AI2 എന്ന ഫ്ലൈറ്റ് കോഡിലായിരിക്കും 2024 നവംബർ 12 മുതൽ അറിയപ്പെടുക. ഉദാഹരണത്തിന് UK 955 എന്ന ഫ്ലൈറ്റിന്റെ പുതിയ കോഡ് AI2955 എന്നായിരിക്കും. ഈ പുതിയ കോഡുകൾ നൽകുന്നത് ബുക്കിംഗ് സമയം ഫ്ലൈറ്റുകൾ തിരിച്ചറിയാൻ ഉപഭോക്താക്കളെ സഹായിക്കുമെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി. എയർ ഇന്ത്യയിലേക്ക് ലയിച്ചുവെങ്കിലും വിസ്താര നടത്തുന്ന റൂട്ടുകളും ഷെഡ്യൂളുകളും നിലനിർത്തുമെന്നും വിസ്താരയുടെ തന്നെ ക്രൂ അംഗങ്ങളായിരിക്കും ഈ വിമാനങ്ങളിലും ഉണ്ടാവുകയെന്നും എയർ ഇന്ത്യ കൂട്ടിച്ചേർത്തു.